നെയ്യാറ്റിൻകര ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരി എന്ന് കോടതി നെയ്യാറ്റിൻകര കോടതി വിധിച്ചിരിക്കുന്നു. അമ്മയെ വെറുതെ വിട്ടിരിക്കുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ നിർഭൻ ചേരുകയാണ്. നിർഭൻ, ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നു. കുറ്റക്കാരി തന്നെയാണ് ഗ്രീഷ്മ. ഒപ്പം തന്നെ അമ്മയും അമ്മാവനും പ്രതികളായിരുന്നുവല്ലോ. ഇപ്പോൾ അമ്മയെ വെറുതെ വിട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് കോടതി വിധിയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ? നിർണായകമായ വിധി തന്നെയാണ് സിജു, കേൾക്കാമെന്ന് കരുതുന്നു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. നിർണായകമായ വിധിയാണ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. വലിയ വിവാദമായ കേസാണ്. ആ കേസിൽ നിർണായകമായ വിധിയാണ് ഈ നിമിഷം ഉണ്ടായിട്ടുള്ളത്. അമ്മ ഈ പറഞ്ഞ കേസിൽ അമ്മ കുറ്റക്കാരി അല്ല എന്നതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിട്ടുള്ളത്. കേസിൻ്റെ ശിക്ഷാവിധി പിന്നീടാണ് ഉണ്ടാവുക. ഈ കേസിൽ നിർണായകമായ വിധി തന്നെയാണ്. വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ നിർണായകമായ വിധിയാണ് അല്പം മുമ്പ് വന്നിട്ടുള്ളത്. കേസിനെ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ആ കോടതി ആദ്യമായി അത് സംബന്ധിച്ച വിവരങ്ങൾ എടുക്കുക. നമുക്കിപ്പോൾ കിട്ടിയ പ്രകാരം ഈ കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. IPC 364, IPC 328, 203, 302 വകുപ്പുകൾ പ്രകാരം ഗ്രീഷ്മ കുറ്റക്കാരിയാണ്. അമ്മ സിന്ധു രണ്ടാം പ്രതി, കേസിലെ രണ്ടാം പ്രതി കുറ്റക്കാരിയല്ല. അവരെ വെറുതെ വിട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. IPC 201 ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. 500 പേജ് വരുന്ന വിധി പ്രസ്താവമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഗ്രീഷ്മ ഷാരോണിൻ്റെ സുഹൃത്തായിരുന്ന, സ്നേഹിതയായിരുന്ന, കാമുകിയായിരുന്ന ഗ്രീഷ്മയാണ് ഈ ഷാരോണിനെ കൊലപ്പെടുത്തിയത്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ ശക്തമായ അന്വേഷണം, ഈ കേസുമായി ബന്ധപ്പെട്ട അതിൻ്റെ നാൾ വഴികളിലേക്ക് പോകുമ്പോൾ നിലവിൽ നിർഭൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. നിർഭൻ, ഈ വിധി പ്രസ്താവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും നേരത്തെ സിജു പറഞ്ഞത് തന്നെയാണ്. ഗ്രീഷ്മ ഈ കേസിൽ 364, 328, സെക്ഷൻ 203, 302 പ്രകാരം ഗ്രീഷ്മ ഈ കേസിൽ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. നേരിട്ട് കുറ്റകൃത്യം ഗ്രീഷ്മ ചെയ്തു എന്നതാണ്. മറ്റ് ഗൂഢാലോചന സംബന്ധിച്ച് തെളിവ് നശിപ്പിക്കലായിരുന്നു അമ്മ സിന്ധുവിൻ്റെ പേരിൽ ചുമത്തിയിരുന്ന കുറ്റം. നേരത്തെ നിർമ്മലകുമാരൻ ഗ്രീഷ്മയുടെ അമ്മാവന് ഈ കേസ് തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെന്നതായിരുന്നു ആരോപിച്ചിരുന്ന കുറ്റം. പക്ഷേ ഈ രണ്ട് കേസിനെ സംബന്ധിച്ചും ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സംബന്ധിച്ചും പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മ ബോധപൂർവം ഗൂഢാലോചന നടത്തി കാമുകനായ ഷാരോണിനെ കൊലപ്പെടുത്തി എന്നതാണ് കോടതിയുടെ കണ്ടെത്തൽ. ഈ കേസിൽ 364, 328, 203, 302 സെക്ഷൻ പ്രകാരം ഗ്രീഷ്മ കുറ്റക്കാരിയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് അമ്മയെ ബന്ധിപ്പിക്കുന്ന മറ്റ് ഘടകങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന വിളനാശിനി കൊടുത്തതുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളും അമ്മയ്ക്ക് അറിയാമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യത്തിന്റെ തെളിവുകൾ നശിപ്പിക്കാൻ ഇത് സംബന്ധിച്ച വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ അമ്മ സിന്ധു, ഒപ്പം തന്നെ അമ്മാവൻ നിർമ്മലകുമാരനും ഈ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതായി പ്രോസിക്യൂഷൻ ശക്തമായി വാദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ അമ്മ സിന്ധുവിനെ ഒഴിവാക്കിയിരിക്കുന്നു. അമ്മാവൻ നിർമ്മലകുമാരൻ കുറ്റക്കാരൻ തന്നെ. തെളിവ് നശിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് അമ്മാവൻ നിർമ്മലകുമാരൻ ഉണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ IPC 201 പ്രകാരം കുറ്റക്കാരനാണ് അമ്മാവൻ നിർമ്മലകുമാരനും എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നു. ശിക്ഷാവിധി എന്നതിനെ സംബന്ധിച്ച് ഇരുവരും കുറ്റക്കാരാണ്. ഷാരോണിൻ്റെ കാമുകിയായിരുന്ന ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരനും കുറ്റക്കാരാണെന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ശിക്ഷാവിധി നാളെ എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. 2022 ഒക്ടോബർ 14 വീട്ടിലെത്തിച്ച് ഗ്രീഷ്മ ഷാരോണിനെ വീട്ടിലെത്തിച്ച് കഷായത്തിൽ വിഷം കലർത്തി കൊടുത്തത്. തുടർന്ന് 11 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷമാണ് ഷാരോൺ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത്. ഇതിൽ വളരെ നിർണായകമായത് ഈ ഗ്രീഷ്മ മറ്റൊരു വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുകയും അതിന് അമ്മാവനുൾപ്പെടെയുള്ളവർ സഹായം ചെയ്തു എന്നുള്ളതാണ്. ഷാരോണിനെ വകവരുത്തുന്നതിന് വേണ്ടി, ഷാരോണിനെ വകവരുത്തിയതിനു ശേഷം തെളിവുകൾ നശിപ്പിക്കുന്നതിനായി അമ്മാവനും അമ്മയും ഉൾപ്പെടെ സഹായം ചെയ്തു എന്നായിരുന്നു. പക്ഷേ അമ്മയെ ഇപ്പോൾ കുറ്റവിമുക്തമാക്കിയിരിക്കുകയാണ് നെയ്യാറ്റിൻകര കോടതി. പക്ഷേ ഗ്രീഷ്മയും നിർമ്മലകുമാരനും കുറ്റക്കാർ തന്നെയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. നിർഭൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. നിർഭൻ, എന്തൊക്കെയാണ് കോടതി 500 പേജുള്ള വിധി പ്രസ്താവമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്? കൃത്യമായി തന്നെ പ്രോസിക്യൂഷന് ഈ കുറ്റങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞു, തെളിവുകൾ പര്യാപ്തമായിരുന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്.
തീർച്ചയായും സിജു നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തുകൂടിയുണ്ട്. ഒന്നാം പ്രതി ഗ്രീഷ്മയാണ്. ഗ്രീഷ്മ ഈ കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പൂർണ്ണമായി പങ്കാളി ഗ്രീഷ്മ തന്നെയാണ് എന്നതാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങൾ ഈ ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ട വാദമുഖങ്ങളെല്ലാം കോടതി അംഗീകരിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊന്ന്, അമ്മയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവ് നശിപ്പിക്കൽ, ഈ അമ്മയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാമായിരുന്നു എന്ന വാദമായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഇതിനനുസരിച്ച തെളിവുകളും ആ കോടതിയിൽ നിരത്തിയിരുന്നു. പക്ഷേ ഈ അമ്മാവൻ കുറ്റക്കാരനാണ് എന്നതാണ് ഇത് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി നമുക്ക് പുതുതായി നൽകാനുള്ളത്. ഈ കേസിൽ രണ്ടുപേർ കുറ്റക്കാരാണ്. ഒന്ന് ഗ്രീഷ്മയും മറ്റൊന്ന് ഗ്രീഷ്മയുടെ അമ്മാവനുമാണ്. ഇത് കോടതി വിധിക്ക് ശേഷം പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീത് കുമാർ അടക്കം ഉടൻ തന്നെ പുറത്തേക്ക് വരും എന്നതാണ്. പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകൻ ഉടൻ തന്നെ പുറത്തേക്ക് എത്തും. നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷ.